ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 10 രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ബിസ്ക്കറ്റ് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഞാനിവിടെ ഇതുപോലൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5.5 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ അളവും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരും. ഇനി നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു ബിസ്ക്കറ്റും പാലും ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്തിട്ടെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു പലഹാരം സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പലഹാരത്തിനൊരു ഒട്ടൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എത്രത്തോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കുന്നോ അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരം. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പരുവം. ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഈ ഒരു പാനിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഈ ഒരു അടപ്പിൽ ഹോൾ ഉള്ളതുകൊണ്ട് അതിൽ ഒന്ന് എയർ ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് പേപ്പർ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ പാനിൽ നിന്ന് തനിയെ വിട്ടുവരും. ഇനി നമുക്ക് ചൂടോട് കൂടിയോ ചൂടാറിയതിന് ശേഷമോ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.